വാഴക്കാട് ഈദ്ഗാഹിൽ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി പെരുന്നാൾ സന്ദേശം നൽകി. ത്യാഗത്തിന്റെ പരീക്ഷണത്തിന്റെ വശം, രണ്ടാമത്തത് നാഗരികതയുടെ സംസ്കാരത്തിന്റെ ജീവിത സാഹചര്യത്തിന്റെ നിർമ്മാണാത്മകമായ വശം, ഈ രണ്ട് വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, എന്നോടും ആവശ്യപ്പെടാനുള്ളത്. മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വിവിധ നാടുകളിൽ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ള ആളുകളിൽ പലരും, വിദ്യാർത്ഥികളിൽ പലരും നമ്മുടെ ഈ സദസ്സിൽ ഹാജരായിട്ടുണ്ട്. അവർ പെരുന്നാളിന് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്, അവരെ ആശീർവദിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ നേടിയെടുത്ത സംസ്കാരം, നമ്മുടെ മദ്രസയിൽ നിന്നും നമ്മുടെ പള്ളിയിൽ നിന്നും നമ്മുടെ മഹല്ലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈമാൻ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തഖ്വ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈമാനികമായ ഊർജം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്വഭാവ സംസ്കരണങ്ങൾ എല്ലാത്തിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും പിന്നീട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും നിങ്ങൾ നിലകൊള്ളണം എന്നാണ്. അതുപോലെ ഗൾഫിൽ നിന്നുള്ള ധാരാളം സുഹൃത്തുക്കൾ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തം മക്കളെ മാത്രമല്ല, സ്വന്തം കുടുംബാംഗങ്ങളെ മാത്രമല്ല, സ്വന്തം മഹല്ലിനെയും പരിചരിച്ചുകൊണ്ടിരിക്കുന്ന, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ഈ പെരുന്നാളിന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അവരെയും അഭിനന്ദിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സത്യാസത്യ വിവേചനത്തിന്റെയും ധർമാധർമ്മ വിവേചനത്തിന്റെയും ആ ബോധമുണ്ടല്ലോ, അൽ ഫുർഖാൻ, ആ ഫുർഖാൻ കൈവിടാതെ നിങ്ങൾ എവിടെയാണോ ചെല്ലുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവാസിയായിരുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാസിയായിരുന്നു. പ്രവാസ ലോകത്താണ് അവർ നാഗരികതകൾ കെട്ടിപ്പടുത്തത്. മക്ക, ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക കെട്ടിപ്പടുത്തതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കെട്ടിപ്പടുത്തതും പ്രവാസികളായിട്ടായിരുന്നു. അതുപോലെ പ്രവാസ ജീവിതത്തെയും സമ്പുഷ്ടമാക്കുവാനും, നിങ്ങൾ ഏത് നാട്ടിലാണോ നിലനിൽക്കുന്നത് ആ നാട്ടിനെ ആത്മാർത്ഥമായി സേവിക്കാനും അതോടൊപ്പം സ്വന്തം നാട്ടിനെ സേവിക്കാനുമുള്ള കരുത്താർജിക്കണമെന്നാണ് എനിക്ക് അവരോട് പറയുവാനുള്ളത്. നമ്മുടെ ധാരാളം യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ മഹല്ലിലുള്ള യുവാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്, നമ്മുടെ കർമ്മശേഷിയാണ്. ആ കർമ്മശേഷിയെ കൂടുതൽ യുക്തമായ സ്വഭാവത്തിൽ, കൂടുതൽ പ്രയോജനാത്മകമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ അവസരം കണ്ടെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാൻ. പടച്ചവേ, നീ ഞങ്ങൾക്ക് വിശ്വാസം പ്രദാനം ചെയ്യണമേ തമ്പുരാൻ. നീ ഞങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉൾക്കരുത്ത് നൽകണമേ തമ്പുരാൻ. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള ശേഷി ഞങ്ങളുടെ ഈമാനിന് നീ നൽകണമേ തമ്പുരാൻ. അല്ലാഹുവേ, ലോകത്തിന്റെ മേൽ നേതാക്കളായി വാഴുവാനുള്ള ഉൾക്കരുത്ത് ലോകത്തുള്ള ഇസ്ലാമിക സമൂഹത്തിന് നീ നൽകണമേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർ അവർ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ആ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ തമ്പുരാൻ. ഗസയിലെ ജനങ്ങൾക്ക് മോചനം നൽകണമേ തമ്പുരാൻ. സ്വതന്ത്ര ഫലസ്തീൻ എന്ന അവരുടെ ആഗ്രഹം നീ പൂർത്തീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ അസ്തിത്വം നിലനിർത്തുവാനുള്ള ശേഷിയും കരുത്തും നീ അവർക്ക് നൽകണമേ തമ്പുരാനെ. അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക്, രക്തസാക്ഷികളായ ആളുകൾക്ക്, വീരമൃത്യു വരിച്ച ആളുകൾക്ക് നീ രക്തസാക്ഷ്യത്തിന്റെ പദവി നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ കരവലയത്തിലേക്ക് അവരെ നീ അണക്കണമേ തമ്പുരാനെ. അവരെ നീ കൂട്ടിച്ചേർക്കണമേ തമ്പുരാനെ. അവരിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു തുള്ളി രക്തം പോലും അല്ലാഹുവേ നീ പാഴാക്കരുതേ തമ്പുരാനെ. അതിന്റെ ഗുണം
ഈ ലോകത്ത് പുലർന്നു കാണുവാൻ, അതിന്റെ പ്രതിഫലനം ഈ ലോകത്ത് ഉണ്ടായി കാണുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ സമരം ചെയ്യുവാൻ, കർമ്മരംഗത്ത് ഇറങ്ങുവാൻ നീ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ നന്മ ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ യുവാക്കൾക്ക് നീ കരുത്ത് നൽകണമേ തമ്പുരാനെ. അധർമ്മത്തിൽ നിന്ന് നീ അവരെ രക്ഷിക്കണമേ തമ്പുരാനെ. ധർമ്മത്തിന്റെ പാതയിൽ അടിവച്ചു നിൽക്കാനും ജിഹാദ് ചെയ്യുവാനുമുള്ള കർമ്മ നിരന്തര നൈരന്തര്യത്തോടുകൂടി പണിയെടുക്കുവാനുമുള്ള ശേഷി നീ അവർക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരിൽ നിന്ന് മരിച്ചു പോയവർക്ക് നീ സ്വർഗം ലഭിക്കണമേ തമ്പുരാനെ. അപകടങ്ങൾ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരിൽ ജീവിച്ചിരിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ ആരോഗ്യം നൽകണമേ അല്ലാഹ്. ആരോഗ്യം നൽകണമേ അല്ലാഹ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ പുലർത്തിക്കൊണ്ടു പോകുവാനുള്ള ശേഷി നൽകണമേ തമ്പുരാനെ. നമ്മുടെ ഈ മഹലിലും അല്ലാതെയും രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ആശ്വാസം നൽകണമേ തമ്പുരാനെ. നമ്മുടെ അദ്വല്ലത്തിൽ മടത്തിപ്പറമ്പത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിൽ ഒരു രോഗത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ രോഗത്തിന് ശമനം നൽകണമേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ മനസ്സിലും ശരീരത്തിനും അല്ലാഹുവേ നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ. നമ്മുടെ മഹല്ലുകളിലും പരിസര മഹല്ലുകളിലുമായി മരിച്ചുപോയ ആളുകളുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ തമ്പുരാനെ. അവരുടെ വാഴക്കാട് ഈദ്ഗാഹിൽ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി പെരുന്നാൾ സന്ദേശം നൽകുകയായിരുന്നു.